ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ സമയം ഒരു 7 മണി ആയി. അപ്പോൾ 7 മണിയായി. ഞാനിത് കുറച്ച് ലേറ്റായിട്ടാണ് ഇൻട്രോ പറയുന്നത്. കാരണം എൻ്റെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് എന്ന് പറഞ്ഞ മോർണിംഗ് രാവിലത്തെ ഒരു ഇതെടുക്കണമല്ലോ. അങ്ങനെ ഞാൻ വരാന്തയിൽ ഇരുന്നിട്ട് എടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ മോർണിംഗ് വ്യൂ. അപ്പം ഞാൻ രാവിലെ അടുക്കളയിൽ കയറി ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പീസ് ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കടലക്കറിയും ഇഡലിയുമാണ്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടല ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ കടലക്കറിയാണ്. അപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. അപ്പം കൂടുതൽ മസാലകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആർക്കും മസാലയൊന്നും പറ്റില്ല. ഏട്ടനായാലും അമ്മക്കായാലും മക്കൾക്കായാലും മസാല എന്ന് പറഞ്ഞാൽ നല്ലോണം എരിവ് പറ്റില്ല. അതുപോലെ തന്നെ കൂടുതലിങ്ങനെ വേണ്ടാതെ മറ്റു നമ്മുടെ ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരുപാട് ഉപയോഗിക്കുന്നതൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് 4 പേർക്കും കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ആ ഒരു ടേസ്റ്റിലുള്ള കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടല ഞാനിതാ കഴുകിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട്, പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഒരു ഉള്ളി വേണം, പിന്നെ ഒരു തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കടലേൻ്റെ കൂടെ വേവിക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാ ഞാനെല്ലാം കട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് ഇടുന്നത്. എനിക്ക് ഈ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യുന്ന പരിപാടി അത്ര ഇഷ്ടമല്ല. ഞാൻ പിന്നെ വീഡിയോ ഒരു സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യാൻ നിന്നത്. പക്ഷേ എനിക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് വേഗം പണി തീർക്കണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ തീർക്കണം. അതുകൊണ്ട് നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പരിപാടിയേ പറ്റൂ. അപ്പോൾ ഇതാ ഇഞ്ചിയും കട്ട് ചെയ്ത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നല്ലോണം സെറ്റാക്കി. ഇനി അതിനാവശ്യമായിട്ടുള്ള മസാലകൾ കൂടി ചേർക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ നല്ല മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതെൻ്റെ മസാല ബോക്സാണ്. അപ്പോൾ ഞാനിത് എൻ്റെ മസാലകളെല്ലാം ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് എടുത്ത് വെക്കും. നമുക്ക് 4 ആൾക്ക് അത്രയല്ലേ വേണ്ടൂ. അതുകൊണ്ട് വലിയ ടബാസിലാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ചെടുത്ത് മാറ്റി വെക്കും. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടുന്ന മുളക്, മഞ്ഞൾ, മല്ലി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനിത് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ആക്കിയ ദോശേൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ദോശ തിന്ന് മടുത്തു പോയി കുട്ടിയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മുടെ ഇഡ്ഡലി പാത്രമെല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് എണ്ണയെല്ലാം പരട്ടി നല്ല റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ഇഡ്ഡലി തട്ടായതുകൊണ്ട് തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു അടിവശത്ത് ഒന്ന് പറ്റിപ്പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എണ്ണ മസ്റ്റായിട്ടും ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഇതാ മാവ് ഞാൻ ഓരോ കുഴികളിലായിട്ട് പോർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഇഡ്ഡലി തട്ടിൻ്റെ ഇതിന് കുഴി കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വെച്ച തട്ടിൻ്റെ മേലെ പറ്റിപ്പിടിക്കും. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് നിറച്ച് പോർന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ കുറച്ച് ഒരു പകുതി അത്ര മാത്രമേ പോരാൻ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം പൊന്തി വരുമ്പം മേലത്തെ തട്ടിന് പറ്റിപ്പിടിക്കുമ്പോൾ എന്ന് വെച്ചാൽ തീരെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇഡ്ഡലി. അപ്പോൾ ഞാനതാ കുറച്ച് നോക്കിയിട്ട് പോരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് മതി നമുക്ക്. അപ്പോൾ അതാ അടുത്ത ലാസ്റ്റ് വൺ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം തട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് തട്ട് ഡയറക്റ്റ് തട്ടിൽ തന്നെ വെച്ച് പോരണം. അപ്പോൾ ഇതാൻ്റെ ഇഡ്ഡലി പാത്രം ഇതാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് തന്ന ഇഡ്ഡലി പാത്രമാണ്. ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതെന്ന് പറയാം. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തത് ഇത്രയും കുഴിയില്ലാത്തൊരു പാത്രമായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കലില്ല. അപ്പോൾ വീട്ടിൽ എക്സ്ട്രാ 2 എണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന സംഭവമാണ്. എന്നാലിത് മോശമില്ല. നമ്മുടെ ആവശ്യത്തിന് ഒറ്റ ട്രിപ്പിൽ 16 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പും കൂടി ഞാൻ പോർന്ന് അതിന് ശേഷം അത് അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് കടലക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കിയാലോ? അത് സിമ്പിളാണ്. വേറെ ഒരു സംഭവം വേണ്ട. നമ്മുടെ മുളകും മഞ്ഞൾ തേങ്ങ ഇട്ടിട്ടുണ്ട് ജാറിലേക്ക്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മുളക്, മഞ്ഞൾ, പിന്നെ മസാലകളെല്ലാം എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാ മസാലയും അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ വേറെ പോയി ഓരോ ഡബ്ബാസ് തപ്പിയെടുക്കേണ്ട കാര്യമില്ല. അപ്പം മസാലകൾ മുളക്, മഞ്ഞൾ, മല്ലി, കുരുമുളക്, പിന്നെ 1-2 അല്ലി വെളുത്തുള്ളി വേണ്ടിക്കില്ല നമുക്കിടാം. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ജീരകമാണ്. അപ്പോൾ ഇതും ഒരു സ്പൈസ് ബോക്സ് പോലത്തെ സംഭവം തന്നെയാണ് ആ ഡബ്ബ.
അപ്പോൾ ഞാനൊരു ദിവസം വേറെ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലോണം നമ്മളെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അരപ്പിൽ അരക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വേവിച്ച കടലേൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് അരപ്പിൻ്റെ കൂടെ അരക്കും. അത് ഞാൻ എക്സ്ട്രാ ഞാൻ കാണിക്കുന്നില്ലേ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്നാ വേറെ സെറ്റ് ഉണ്ടാക്കുന്നതെന്നല്ലേ. ഇതാണ് റവ. അപ്പോൾ ഇവിടെ ഏട്ടന് റവപ്പിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കടലക്കറി ഉണ്ടെങ്കിൽ റവപ്പിട്ട് നല്ലോണം കഴിക്കും. അപ്പം ഞാൻ ഏട്ടന് മാത്രം കുറച്ച് റവപ്പിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് റവയെടുത്ത് നല്ലോണം കുഴച്ച് കുതിർത്ത് വെക്കണം. അപ്പോൾ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡിഷാണിത്. എല്ലാവർക്കും അല്ല, എനിക്കും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ഇഡ്ഡലി ചിലപ്പോൾ അത് തികയാണ്ട് വന്നാലോ എന്ന് വിചാരിച്ച് ഞാനൊരു മുൻകരുതലായിട്ട് കുറച്ച് റവേൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് കുഴച്ച് മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവെല്ലാം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന് വന്ന മാവ് നമ്മൾ തേങ്ങയോട്ട് നമ്മുടെ പുട്ടും ഇതിനകത്തേക്ക് പകർന്നിട്ട് അപ്പോൾ ഒരു കുറ്റി അല്ലെങ്കിൽ 2 കുറ്റി ഉണ്ടാവും പുട്ട്. അപ്പോൾ അതും കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടി റെഡിയായി. പിന്നെ നമ്മുടെ കറി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ഇതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇവിടെ റവപ്പുട്ട് കഴിക്കുന്നത് ഞാനും ഏട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കൾക്ക് ഇഷ്ടമല്ല. മക്കൾക്ക് അരിൻ്റെ പുട്ട് തന്നെ ഇഷ്ടം, അരിപ്പൊടിൻ്റെ. അതുകൊണ്ട് റവപ്പുട്ടാക്കിയാൽ ചിലവ് നമ്മൾ മാത്രമായിരിക്കും. അപ്പോൾ ഒരു ട്രിപ്പ് തയ്യാറായി. ഇനിയിപ്പോൾ അത് നമുക്ക് വേവിക്കാൻ വെക്കാം. നല്ലോണം വെന്തോട്ടെ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അതിനിടയിൽ നമ്മളെ ഇഡ്ഡലി റെഡിയായി. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കാം. അതിനകത്തുനിന്ന് എടുക്കലൊരു ടാസ്ക്കാണ്. അതിൻ്റെ ആ ഒരു വടി പോലുള്ള ആ ഒരു സാധനം കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് മേലത്തെ തട്ട് വേറെ തന്നെ എടുക്കണം, എന്നാലേ അതിങ്ങ് എടുക്കാൻ കിട്ടും. അപ്പോൾ കൈ നല്ലോണം വേഗം പൊള്ളിപ്പോവും. അപ്പോൾ 4 തട്ട് സെപ്പറേറ്റ് ആക്കി വെക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് പിന്നെ വേഗം എടുക്കാൻ പറ്റുന്ന രീതിയിൽ തണിച്ചെടുക്കാം. പിന്നെ തിരക്കില്ലല്ലോ. നല്ല തന്നെ തണിഞ്ഞിട്ടാകുമ്പം അതിൻ്റെ ചൂടാറിയിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ട്രിപ്പ് പുട്ട് റവ പുട്ട് റെഡി. സെക്കൻഡ് ട്രിപ്പും റെഡി. രണ്ടാമത്തതാണ്. ഞാനത് സ്പീഡാക്കി എടുത്തതാണ്. അപ്പോൾ 2 കുറ്റി പുട്ട് ധാരാളം. അപ്പോൾ അവിടെ അതും സെറ്റായി. നല്ല അടിപൊളി റവപ്പുട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ റവപ്പുട്ട്. അതിന് കടലേൻ്റെ അരപ്പ് അതിൻ്റെ അകത്ത് കടല ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. ജാറിൻ്റെ അകത്തുണ്ട്. നല്ലോണം നമുക്കൊന്ന് നൈസായിട്ട് അരച്ചെടുക്കാം. ഇത് മാവ് നമ്മളെ കടല നല്ലോണം വെന്തിട്ടുണ്ട്. കടലയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കൂട്ടിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർക്കണ്ട. നമ്മുടെ കറി നല്ല തിക്കായിരിക്കും. ഇതുപോലെ കുറച്ച് കടല, നമ്മളെ വേവിച്ച കടലയാണ്, പച്ചക്കടലയല്ല, വേവിച്ച കടല അതിൻ്റെ കൂടെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടലക്കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. പിന്നെ മക്കൾ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കടല രണ്ടാളും തൊടൂല. അപ്പം കുറച്ചെങ്കിലും കടലേൻ്റെ ഒരു എസൻസ് ശരീരത്തിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രിക്ക് എല്ലാവരും ചെയ്ത് നോക്കൂ. കടല കുറച്ച് നമ്മുടെ അരപ്പിൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ അതൊന്നും അറിയാണ്ട് അവർ വയറ്റിലങ്ങ് എത്തിക്കോളും കഴിക്കുമ്പോൾ. അപ്പോൾ നല്ലോണം അരച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം തിളച്ച് വരുമ്പം കറി ഒന്ന് കുറുകുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള കടലക്കറി ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കാം തേങ്ങ അരക്കാണ്ട് തന്നെ. അത് ഞാൻ വേറെ ഒരു ഡിഷായിട്ട് കാണിച്ചു തരാം. തേങ്ങയില്ലാണ്ട് നമ്മുടെ കടലക്കറി അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. വേറെ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. മല്ലിയില ചേർക്കുന്നില്ല, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരുപാട് മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സിമ്പിൾ. ചിലവർ വറുത്തരച്ച് കടലക്കറി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി നല്ലോണം തണിഞ്ഞു, നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. നല്ലോണം ചൂടാറിയിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട്. അപ്പോൾ ഇത് 16 ഇഡ്ഡലി ഉണ്ടാവും. കാരണം 4 തട്ടിലായിട്ട് 4 കുഴിയായിട്ട് 16 ഇഡ്ഡലി ഉണ്ട്. ധാരാളം മതി 16 ഇഡ്ഡലി മക്കൾക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ ഇത് തികയില്ല. എന്താ വെച്ചാൽ ചെറിയ ഇഡ്ഡലി അല്ലേ, നല്ല അധികം മണ്ണും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 4 എണ്ണം തിന്നാലൊന്നും ഒന്നും ഉണ്ടാവില്ല. മക്കൾക്ക് പ്രത്യേകിച്ച് കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി.
അപ്പോൾ ഇതാ ഓരോന്നത് ലാസ്റ്റാണ്, അത് ചെറിയ ചൂട് നല്ലോണം പോയിട്ടില്ല, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് പറ്റിപ്പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലിയും റെഡിയായി. ഇതുപോലെ തന്നെ നമ്മൾ റവ വെച്ച് ഇഡ്ഡലി ആക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ റവ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ റാഗി വെച്ചിട്ട്, അതിൻ്റെ എല്ലാം ഓരോ റെസിപ്പി ഞാൻ ഓരോ ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി, നല്ല കിടിലൻ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എന്നാലും സോഫ്റ്റ്നെസ് ഇപ്രാവശ്യം കുറച്ച് കുറവാണ്, കാരണം ഞാനിത് ഗ്രൈൻഡറിൻ്റെ അകത്താണ് അരച്ചത്. അപ്പോൾ ഗ്രൈൻഡറിന് തീരെ മൂർച്ചയില്ല, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അരഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇഡ്ഡലിക്ക്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കടലക്കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വറവിടാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും അങ്ങനെ തിളക്കേണ്ട കാര്യമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്തിട്ട് അരച്ച അരപ്പല്ലേ, അപ്പോൾ കടലയല്ലേ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇതാ നമ്മുടെ വറച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വറവിടാൻ ഉപയോഗിക്കുന്ന പാത്രം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്നാ വേണ്ടത് വെച്ചാൽ കടുകിടാം, അതുപോലെ തന്നെ മുളക്, കറിവേപ്പില. ചില ആൾക്കാർ അതിൻ്റെ അകത്ത് ഉള്ളി മുറിച്ചിട്ട് ഉള്ളിയും കൂടി ഇട്ട് താളിക്കും. ഞാൻ ചിലപ്പോൾ ഉള്ളി മുറിച്ച് താളിക്കാറുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, നമ്മുടെ വെളുത്തുള്ളി വേണ്ടിക്കിൽ ചതച്ചിട്ടിടാം. ഞാൻ വെളുത്തുള്ളിയാണ് ചതച്ചിട്ടിടുക, എനിക്കത് വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയാണ് ചതച്ചിട്ട് കൂടുതലും കടലക്കറിക്ക് ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ കടലക്കറിയുടെ അരപ്പിൽ ഒരു 1-2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം അരച്ച് കഴിഞ്ഞാൽ കടലക്കറി നല്ല അടിപൊളിയായിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ജീരകം ചേർത്താലും ഒരുപാടൊന്നും ചേർക്കരുത്, കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ. അപ്പം നമുക്ക് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ അരപ്പ് നമുക്കത് ജസ്റ്റ് ഒന്ന് വറുത്തരച്ച് ചെയ്താലും കടലക്കറി നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ കടലക്കറി നമുക്ക് പല രീതിയിൽ വെക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ വെച്ചത്. ഇനി ഇത് കുറച്ചും കൂടി റിച്ചായിട്ട് നമുക്ക് നല്ലോണം തക്കാളി ഉള്ളിയെല്ലാം വഴറ്റി മസാലയെല്ലാം ചേർത്ത് പാൽ ഉപയോഗിച്ച് കടലക്കറി വെക്കാം. അതുപോലെ തന്നെ പാലോ തേങ്ങയോ ഒന്നും ഉപയോഗിക്കാതെ പൊടി മാത്രം ഇട്ട് പിന്നെ കടലക്കറി വെക്കാം. ഞാൻ ഇടയിൽ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വറവ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്കല്ലേ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ അകത്തേക്ക് വറവിട്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി കടലക്കറി, അതുപോലെ തന്നെ ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇഡ്ഡലിക്ക് കടലക്കറി കോമ്പിനേഷനാണോ? ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഡ്ഡലിക്ക് കടലക്കറി, സാമ്പാറിനേക്കാളും ഇഷ്ടം കടലക്കറിയാണ്. അപ്പോൾ ഇതാ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് നമ്മുടെ നല്ല സൂപ്പർ ഇഡ്ഡലി ഉണ്ട്, അതുപോലെ തന്നെ കടലക്കറി ഉണ്ട്, അതുപോലെ നമ്മുടെ റവ പുട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചെറിയ മോന് വേണ്ടിയിട്ട് കുറച്ച് പച്ചടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്